ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വിഷസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പോകുന്നത് അംഗനവാടിക്കാണ്. ഗോതമ്പ് പൊടിയല്ല, അമൃതം പൊടി, ഉണ്ണിക്ക് അമൃതം പൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ അമൃതം പൊടി വാങ്ങിക്കാനായിട്ട് ടീച്ചർ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വാങ്ങിച്ചു. പിന്നെ ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞിട്ട് എണീച്ച് വരുന്നൊരു വരവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചത്തെ ഫുഡും കൂടി കഴിച്ച് കഴിയുമ്പോൾ ചെന്നിട്ട് കുറച്ച് നേരം കിടക്കും. അങ്ങനെ ഒരു 3:30-4 മണിയാകുമ്പോൾ എണീറ്റിട്ട് നമ്മുടെ വൈകുന്നേരത്തുള്ള ഡ്യൂട്ടിക്കുള്ള ഇറക്കമാണ്. അപ്പോൾ ഞാൻ എണീച്ച് വന്ന ഉടനെ കുറച്ച് ചായ വയ്ക്കും. നമ്മുടെ നീലൂട്ടി വന്നത് നല്ല വിശപ്പിലല്ലേ വരിക. അപ്പോൾ അവൾ വന്നതും ചായ എന്തെങ്കിലും ഞാഞ്ഞി പറഞ്ഞിട്ടാണ് നമ്മുടെ നീലൂട്ടി വരിക. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ള ചായയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ആലോചനയിലായിരിക്കും. അതായത് ചിലപ്പോൾ ചോറായിരിക്കും, ചിലപ്പോൾ ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പലഹാര പണികൾ വൈകുന്നേരത്ത് പുട്ടോ നൂലപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും. അങ്ങനെ നമ്മൾ കട്ടൻ ചായയൊക്കെ വെച്ചു ഇറക്കി വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അടിച്ചു വാരിയിട്ട് ഞാൻ അടിച്ചു വാരുന്ന വീടിനായിട്ട് ചേഞ്ച് വേണ്ടേ, അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ നീലൂട്ടിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ കുളി കഴിയും യൂണിഫോം ഇട്ടിട്ടല്ലേ പോലും, വൈകുന്നേരത്ത് ഡ്രസ്സ് മാറും, മേല് കഴിയിട്ട് ഡ്രസ്സ് മാറും, പിന്നെ കാലത്തത് ഊരും. അപ്പോൾ വേറെ പുറമെ കളിക്കാനും കാര്യങ്ങളൊന്നും പോകാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തിപ്പിഴിഞ്ഞിട്ടാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ എന്താ നീലൂട്ടി പോയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി വന്നപാടെ കണ്ടാൽ ഞാൻ പറഞ്ഞു നേരെ അടുക്കളയ്ക്കാണ് വരിക എന്താണ് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂളത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് 2 തല്ലുകൊള്ളുന്ന പണിയൊക്കെ അവൾ വേഗം തന്നെ പറയും. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഉള്ള പരിപാടി. പിന്നെന്താ കുറച്ച് തുണികളൊക്കെ നമ്മൾ രാവിലെ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്തിരി വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊന്നും കാര്യമായിട്ട് ഇന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ തുണികളൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൈയോടൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നീലൂട്ടിക്കും വാമൂട്ടി ഒരേ ചിത്രം വരെയാണ്. നമ്മുടെ നീലൂട്ടിക്ക് ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്, അതിൽ നിന്ന് ഒരേ പെയിൻറ്റ് അടി. അതുകൊണ്ട് അവർ ഇപ്പോൾ എന്താ പറയുക 2-3 ദിവസമായിട്ട് അതിൽ ഉള്ളൊരു ശ്രദ്ധ കാരണം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല കേട്ടോ. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരത്തെ ചോറന്നെയാണ്. അപ്പോൾ ഇന്ന് വേറെ പലഹാരത്തിനൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പോൾ നമുക്കിന്ന് ചോറന്നെ ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എന്തെങ്കിലും ചോറിനുള്ള കറികൾ ഉണ്ടെങ്കിൽ കൂടി ഞാൻ പലഹാരത്തിന് അങ്ങനെ മെനക്കെടില്ല കേട്ടോ. പലഹാരം എന്തെങ്കിലും വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, പിന്നെ വേറെ പ്ലാൻ ചെയ്യണം. അപ്പോൾ പിന്നെ കറി ഉള്ളതുകൊണ്ട് ഞാൻ ചോറന്നെ ആക്കി. നമുക്ക് ചാരമൊക്കെ കുറച്ച് മാറ്റി നമ്മുടെ ബാക്ക് വശത്തുള്ള അടുപ്പിലാണ് കേട്ടോ നമ്മൾ എപ്പോഴും ചോറ് വെള്ളം നമ്മൾ എന്നും വെക്കുന്നത്. എവിടെയാണ്? ബാക്ക് വശത്താണ്. അതെന്തായാലും ഇപ്പോൾ പറയാനുള്ളതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ഒന്ന് ബ്ലാങ്ക് ഔട്ടായിപ്പോൾ അയ്യോ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളൊരു സംഭവം വന്നു. അതുകൊണ്ടാണ് അങ്ങനെ തീ പിടിപ്പിക്കുക പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു പണിയാണ്. തീ പിടിപ്പിക്കാനല്ല എന്ന് വെച്ചാൽ ഈ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വിറക് നനഞ്ഞിട്ടല്ല ഒരു തണുപ്പായിരിക്കും. അപ്പോൾ കത്തി പിടിക്കാൻ ഇച്ചിരി പാടാം. പിന്നെ ഓലയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി പണിപ്പെട്ടാലും കത്തിക്കോളും എന്നുള്ളൊരു സമാധാനം ഉണ്ട്. എന്നിട്ട് ഇതാ കണ്ടോ തീ കെട്ടു കലം വെച്ച്. പിന്നെ ചെറിയ ചട്ടി വെച്ചാൽ പിന്നെ പറയേ വേണ്ട. ഇങ്ങനെ തിളച്ചാലും നമുക്ക് വൈകുന്നേരത്തെ ഒരു നാഴി അരി തികച്ച് വേണ്ട, അതിനേക്കാളും കുറച്ച് മതി. അപ്പോൾ അത് തിളച്ചിട്ടുമ്പോൾ പിന്നെയും കേട് തന്നെ വലിയ കലം വെച്ചാൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. പിന്നെ നമ്മളിങ്ങനെ വൈകുന്നേരത്തെ ഓരോ പണികളൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ നീലൂട്ടി വന്നിട്ട് അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്താ പണി ഞാൻ പറഞ്ഞില്ലേ, പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 2 പേരും കൂടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ കണ്ണടക്കി കൈ നീട്ടുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ശരി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതാ കളറടിച്ചിട്ട് ഒരു കടലാസാണ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. ഓരോ മൈൻഡ് നല്ല സന്തോഷമായി. ഉണ്ണിച്ചിരി കളറൊക്കെ അടിച്ചിട്ടുള്ള ഒരു കടലാസായിരുന്നു. അപ്പോൾ ആദ്യം ഇപ്പോൾ എടുത്ത് വയ്ക്കാറ്. അപ്പോൾ അവൾ പറഞ്ഞാൽ കാണിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം ആൾ ഓടി വന്ന് കെട്ടിയൊക്കെ പിടിക്കണമെന്നുണ്ട്. അപ്പോൾ ഇനി ഫോൺ ആൾ ഓണാക്കി വെച്ചാൽ ആൾക്ക് അറിഞ്ഞില്ല. പിന്നെ അത് കണ്ടപ്പോൾ ആൾക്ക് നാണം കൂടി വന്നു. ഇതാണ് നമ്മുടെ നീലൂട്ടി നമുക്ക് ഗിഫ്റ്റ് തന്ന സർപ്രൈസ് ഗിഫ്റ്റ്. അതൊക്കെ കഴിഞ്ഞതാ. കുറച്ച് അരി കഴുകാനുണ്ടായിരുന്നു. റേഷൻ അരി ആയതുകൊണ്ട് നമുക്ക് വേഗം വേവൂട്ടും. അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയാലും അരിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. 2 തിളയ്ക്കേണ്ട കാര്യമുള്ളൂ. വേഗം തന്നെ നമുക്ക് ചോറൊക്കെ ആയി കിട്ടും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിറ്റം അടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ചെളിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേഗം മിറ്റടി 2 സൈഡുകൾ. അപ്പോൾ ഒരു സൈഡ് അടിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് മുന്നിൽ 3 മരങ്ങളുണ്ടായിരുന്നു. 3 മുറിച്ചു കേട്ടോ. ആദ്യം ഈ സൈഡിലുള്ള 2 മരങ്ങൾ മുറിച്ചു. നമുക്കിപ്പോൾ ചപ്പുകളെന്ന് പറയാനായിട്ടൊന്നുമില്ലാന്ന്. പിന്നെ ഇവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു. പുളിമരം ഉള്ള സമയത്ത് നല്ല പുളീൻ്റെ ഇല, ചെറിയ ഇലയല്ലേ. മഴയൊക്കെ പിന്നെ ഒട്ടിപ്പിടിച്ചത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ചു മാറ്റി. പുളിമരം മുറിച്ചു, ആ ഫ്രണ്ടിലത്തെ മരങ്ങളൊക്കെ മുറിച്ചു. പക്ഷേ
വേനൽക്കാലത്ത് നമുക്ക് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. നല്ല വെയിൽ കിട്ടും. വെയിൽ കിട്ടണമല്ല, ചുട്ട് പൊള്ളുകയും ചെയ്യാം. ഇപ്പോൾ തണുപ്പായി മഴയായി പറഞ്ഞപ്പോഴാണ് ഇത്തിരി ഒരു ആശ്വാസം. പിന്നെ വൈകുന്നേരത്ത് കുറച്ച് കപ്പി ഉണ്ടായിരുന്നു, അത് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ആളെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ അമ്മ എവിടെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വാമിക്കുട്ടിക്ക് എന്നെ ഒന്ന് എത്തി നോക്കണം, അമ്മ ഉണ്ടോ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പച്ചക്കറി കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതേ ഇങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 പച്ചക്കറിയൊക്കെ വരും കേട്ടോ. എന്താ വില, കുമ്പളങ്ങ 10 15 കൊള്ളോടെ 70 രൂപയ്ക്ക് നമ്മൾ കിളി പോയി പച്ചക്കറീൻ്റെ വില കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറിയായിട്ട് വാങ്ങിച്ചുള്ളൂ. അങ്ങനെ കപ്പയൊക്കെ പുഴുങ്ങി റെഡിയാക്കി പിള്ളേരൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചട്ടിയിൽ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാനത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലാക്കാനൊന്നും നിന്നില്ല, ഉള്ള ചട്ടിയിൽ തന്നെ ഞാനിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. നമ്മൾ ജസ്റ്റ് എണ്ണയും കടുകൊക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ വാമിക്കുട്ടിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക എന്നതിനൊക്കെ പറയാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടം. പറയാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും ഉള്ള മാക്സിമം അവൾ നോക്കിക്കോളും. അപ്പോൾ എൻ്റെ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗൊന്നും പറയാനായിട്ട് ഇല്ല, അതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേത്തെ ഒരു ദിവസം എന്ന് പറയാനായിട്ട് നമുക്ക് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി പോകണം. നമ്മുടെ വിനോദം ഇവിടെ ഇല്ല കേട്ടോ, ചെന്നൈയിലാണ്. അതുകൊണ്ടാണ് മറ്റു പരിപാടിയൊന്നും വയ്ക്കാത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.